ഇന്ന് പകലിൽ സ്വർഗം പറയുന്നു, ചില പെടലിക്കകത്ത് വെച്ചിരിക്കുന്ന ചിലതിനെ ഇന്ന് ആത്മാവ് ഒടിച്ചു കളയുന്നു. ഈ പെടലിക്ക് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാ. നിങ്ങൾക്ക് ഇരിക്കണമെങ്കിൽ ഇരിക്കാം, നോ ഇഷ്യൂ. സ്തോത്രം, ഞാൻ ബഹുമാനിക്കുന്നു നിങ്ങളെല്ലാവരെയും. പക്ഷേ ചില നുകങ്ങൾ ഇന്ന് പകൽക്കാലം സ്വർഗം പൊളിക്കും. പ്രാർത്ഥനയ്ക്കകത്ത് ചിലത് പൊളിയും. പ്രാർത്ഥനയ്ക്കകത്ത്, ആരാധനയ്ക്കകത്ത് ചിലത് പൊളിയും. ഇന്ന് ഞാനിവിടെ പ്രസംഗിക്കാം. എന്നിട്ടും ഞാൻ ദൈവത്തോട് പറഞ്ഞ, കർത്താവ് എൻ്റെ പ്രസംഗ വിഷയം ഞാൻ പ്രസംഗിക്കാം. കർത്താവ് ഇവിടെ വന്നിരുന്നപ്പോഴും എന്നോട് പറയാൻ, നോ, ഇത് നീ പറയാതെ ഇവിടെ നിന്ന് ഇറങ്ങല്ല. നീ നിന്റെ പ്രസംഗം പ്രസംഗിക്കണ്ട, നീ എഴുതി വെച്ചേക്കുന്നത് പ്രസംഗിക്കണ്ട. എനിക്കറിയത്തില്ല എന്താ പ്രസംഗിക്കാൻ പോകുന്നതെന്ന്. പക്ഷെ ഒന്ന് എനിക്കറിയാം, ഇതിനകത്ത് ചിലരുടെ ലൈഫിനകത്ത് ഇന്ന് തിരിവുണ്ടാവും. ജീസസ്. ഈ നുകം വെച്ച് കഴിഞ്ഞാൽ അധികം സ്പീഡിന് ഓടാൻ പറ്റത്തില്ല. ഈ നുകം വെച്ച് കഴിഞ്ഞാൽ അധികം ദൂരം പോകാൻ വളരെ സമയമെടുക്കും. വളരെ ബുദ്ധിമുട്ടിയാണ് പോകേണ്ടത്. പക്ഷെ നുകം ഓടിച്ചാൽ ഇവൻ ഓടും. ഇന്ന് ചിലരോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ചില നുകങ്ങളെ ഇന്ന് കർത്താവ് ഓടിക്കും. ആമേൻ, ആമേൻ. ഇതെനിക്കറിയാം. എൻ്റെ മേളിൽ കിടക്കുന്ന പ്രവാചക ശബ്ദത്തിൽ നിന്നുകൊണ്ട് ഞാൻ വിളിച്ചു പറയാം, ഇതൊരു പ്രൊഫറ്റിക്കൽ മെസ്സേജാണ്. ഇതൊരു പ്രൊഫറ്റിക്കലാണ്. ഇത് ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാം. ഇന്ന് പകൽക്കാലം ഞാനും അത് സ്വീകരിച്ചുകൊണ്ടിരിക്കുക. കാരണം നമുക്കൊരു പരിധികളിടുന്ന പിശാചുണ്ട്. ഇത്രയും പോയാൽ മതി, ഇത്രയും പോയാൽ മതി, ഇത്രയും ശുശ്രൂഷിച്ചാൽ മതി, ഇത്രയും പോയാൽ മതി. നോ, ഇന്ന് പകൽ ഈ സ്വർഗം അതിനെ ബ്രേക്ക് ചെയ്യും. ഇന്ന് പകൽ ഈ സ്വർഗം അതിനെ ബ്രേക്ക് ചെയ്യും. ഞാൻ കാണുന്നു കരയുന്ന ചില കണ്ണുകളെ സ്വർഗം കാണുന്നു. പ്രതീക്ഷയോടെ ഈ പട്ടണത്തിൽ വന്നല്ലേ, പക്ഷെ പ്രതീക്ഷയ്ക്ക് വിരോധമായി ചിലത് നുകങ്ങൾ വെച്ചിരിക്കുന്നതിനെ ഇന്ന് ആത്മാവിൽ എടുത്ത് ഓടിച്ചു കളഞ്ഞ് അതിനെ കത്തിക്കാൻ കഴിവുള്ളവർ ഇതിനകത്തുണ്ടെങ്കിൽ അതിനെ ആമേ പറയണം. ജീസസ്, ജീസസ്, ജീസസ്. പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ ചിലത് ഓടിയും. ഓടിയുമോ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു. വായിക്കാം, ഒരാൾക്ക് ശബ്ദമുയർത്തി. പെട്ടെന്ന് അടിസ്ഥാനം കുലുങ്ങി. അടിസ്ഥാനം കുലുങ്ങിയാൽ ചിലത് തുറക്കും. എന്നോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ചില അടിസ്ഥാനങ്ങളെ പൊളിച്ചാൽ ചിലത് തുറക്കും. പലപ്പോഴും നമ്മുടെ വിഷയം എന്ന് പറയുന്നത്, ഈ അടിസ്ഥാനം കിടക്കുന്നതുകൊണ്ട് നമുക്ക് കയറിപ്പോകാൻ പറ്റത്തില്ല. വാതിലുകൾ പലതും അടഞ്ഞിരിക്കുക. ചില പ്രാർത്ഥനാ വിഷയങ്ങളും ഇതുപോലെ അടഞ്ഞിരിക്കുക. ഇന്ന് സ്വർഗത്തിനോട് പറ, കർത്താവേ അതിൻ്റെ അടിത്തറയൊന്ന് ഇളക്കണമെന്ന്. ജീസസ്, 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 ജീസസ്. എനിക്ക് ഈ ആത്മാവി കഴിഞ്ഞ 3 വർഷമായി ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയതിന് ശേഷം ഇതിനകത്ത് എത്ര പേര് സ്വീകരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, ഇതിനെ തള്ളിക്കളയുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ നിങ്ങളോടൊരു വാക്ക് പറയാം, സ്വീകരിക്കുന്നവരുടെ ലൈഫിനകത്ത് ഇത് അത്ഭുതമായി മാറും. ഞാൻ വിശ്വസിക്കുന്നു ഇന്ന് പകലിൽ നിങ്ങൾ ഇത് ടെസ്റ്റ് മണി പറയും. ഇത് ടെസ്റ്റ് മണി പറയും. ഞാൻ വിശ്വസിക്കുന്നു ചില അടഞ്ഞു കിടക്കുന്ന ചില വാതിലുകൾ ഇന്ന് പകലിൽ സ്വർഗം തുറക്കും. ചില അടയപ്പെട്ടത് ഇന്ന് പകൽക്കാലം, നാളുകളായി അടയപ്പെട്ട ചിലത് ഇന്ന് ആത്മാവ് തുറക്കും. നാളുകളായി അടയപ്പെട്ടത്, പിശാച് അടച്ചത്, ഇന്ന് സ്വർഗം അടിത്തറ ഇളക്കിയാൽ ദൈവദാസനെ, നിങ്ങൾക്ക് സഭാ ഹോൾ വരേണ്ട സമയം എപ്പോഴേ കഴിഞ്ഞു. എന്നാൽ കാണാതെ വണ്ണം അടച്ചു വെച്ചിരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. അതിനെ ഇന്ന് പകൽക്കാലം വെട്ടാൻ പറ്റുമെങ്കിൽ, ഇന്ന് പകലിൽ വെട്ടാൻ പറ്റുമെങ്കിൽ, ഇന്ന് പകലിൽ സ്വർഗം പറയുക, വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വരും. ആരാധിക്കുന്നവന്റെ മുമ്പിൽ അവരാരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ കാരാഗ്രഹം എന്തോ ചെയ്തു?
ഇളകി ഇളകി. ആർപ്പിന്റെ ശബ്ദത്താൽ ഉമ്മരപ്പടികൾ നിങ്ങൾ വായിച്ചവരുണ്ടോ? യെശയ്യാപ്രവചന പുസ്തകം 6-ാം അധ്യായത്തിനകത്ത് ഇങ്ങനെ ഒരു വാക്യം കിടപ്പുണ്ട്. അവർ ആർപ്പിന്റെ ശബ്ദത്താൽ ഉമ്മരപ്പടികൾ കുലുങ്ങി. പക്ഷെ ഇംഗ്ലീഷിൽ ഒരു വാക്യം കിടപ്പുണ്ട്. They moved. അടിസ്ഥാനം മൂവ് ചെയ്യണമെങ്കിൽ ആർപ്പിട്ടെങ്കിലേ പറ്റൂ. ജീസസ് 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 ജീസസ്. ഈ വെർഷനകത്ത് കൊടുത്തിരിക്കുന്ന മൂവ്ഡ് എന്നാ. ഈ ഒരു കർച്ചീഫിനെ ഞാൻ മൂവ് ചെയ്യണമെങ്കിൽ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിലേ പറ്റൂ. ഹലോ, എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരാണ് എൻ്റെ വിശ്വാസം അല്ലേ? ഫിസിക്സ് പഠിച്ചിട്ടുള്ളവർക്കായി സ്തോത്രം. ഞാൻ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, സ്തോത്രം. പക്ഷെ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിലേ അത് മൂവ് ചെയ്യത്തുള്ളൂ. ദൈവമക്കളുടെ ഫോഴ്സ് എന്ന് പറയുന്നത് ആയുധബലമല്ല, അവൻ്റെ പ്രാർത്ഥന മുറിയ, അവൻ്റെ അന്യഭാഷയിലുള്ള ആരാധനയാണ്. ഹലോ, അതുകൊണ്ടാണ് നമ്മുടെ മാതാപിതാക്കളെ പണ്ടുള്ളവർ വിളിച്ചുകൊണ്ടിരുന്നത്. ഞാൻ 3-ാം തലമുറ പെന്തക്കോസിൻ്റെ, എനിക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ 3-ാം തലമുറയ്ക്കകത്ത് നിൽക്കുമ്പോൾ ഒറ്റ കാര്യം പറയാം, നമ്മുടെ മാതാപിതാക്കളെ സത്യത്തിന് ആത്മാവിനെ ആരാധിച്ചതുകൊണ്ടുള്ള ഗുണമേ ഉള്ളൂ. സ്തോത്രം. അല്ല, നമ്മുടെ മിടുക്കല്ല കേട്ടോ, നമ്മുടെ കഴിവൊന്നുമല്ല, നമ്മുടെ വിദ്യാഭ്യാസം കൂടുതലൊന്നുമല്ല. പക്ഷേ ആർപ്പിട്ടു അവര്, ഒന്നും നോക്കാതെ അവർ ആർപ്പിട്ടു. ആർപ്പിന്റെ ശബ്ദത്താൽ അവരുടെ മുമ്പിൽ വാതിലുകൾ തുറന്നു കൊടുത്തു. ഇന്ന് പകൽ ഈ തലമുറയെ നോക്കിക്കൊണ്ട് ആത്മാവ് പ്രബോധിപ്പിക്കുന്നു. ഇന്ന് പകലിൽ നീ ആർപ്പിടാൻ തയ്യാറായാൽ നിനക്ക് വേണ്ടി ചില ഫോഴ്സിനെ സ്വർഗം ഇറക്കും. എൻ്റെ മെസ്സേജ് നിന്ന് ഇങ്ങനെ പ്രസംഗിക്കുന്ന ആളെ അല്ല ഞാൻ, റിയലി. പക്ഷെ സ്വർഗം ഇന്ന് എന്നോട് പറയുന്നു, ചിലത് ഇന്ന് പകൽക്കാലം മൂവ് ചെയ്യും. നീ ആർപ്പിട്ടാൽ, നിങ്ങൾ ആരാധിക്കാൻ തയ്യാറായാൽ, പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ചിലത് ഇളകും. ഈ ഇന്ന് ഇപ്പം ചിലർ വിചാരിക്കുന്നത് ഇത് ഭൗതികം മാത്രമല്ലേ പാസ്റ്റർ പറയുന്നത്. ഇതിനകത്ത് ആരോ ചിന്തിച്ചിപ്പോ ഇത് ഭൗതികമല്ലേ പറയുന്നത്, ഇളകും തുറക്കും എന്ന് പറയുന്നത്. പക്ഷെ പരിശുദ്ധാത്മാ പറയാം, നിന്റെ ആത്മീയത്തെ പോലും തടയുന്ന മേഖലകളുണ്ട്. പണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു, പക്ഷെ ഇപ്പം പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒന്ന് പ്രാർത്ഥിച്ചോണം. കർത്താവ് എൻ്റെ മേളിൽ ആ അഭിഷേകത്തെ ഇന്ന് ഇട്ടണം, റീസ്റ്റോറേഷൻ നടക്കണം. ഈ സഭയ്ക്കകത്ത് അങ്ങനെ എന്തൊക്കെയോ കർത്താവ് ചെയ്യുന്നുണ്ട്. ഈ തലമുറകളുടെ മീതെയൊക്കെ അങ്ങനെ കർത്താവ് ചെയ്യുന്നുണ്ട്. പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ആത്മീയ കാര്യങ്ങൾ പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ ഞങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ചില വിഷയങ്ങളുണ്ട്. ഈ ചില സമയത്ത് നമ്മളങ്ങ് ബ്ലാങ്ക് ആയി പോകും. ഞാൻ ഈ പട്ടണത്തിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച എത്തിയപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്തു. കാരണം എനിക്ക് പ്രാർത്ഥിച്ച് കയറാൻ പറ്റുന്നില്ല. എനിക്കൊട്ടും ഭയങ്കരമായി എന്നെ പിടിച്ച് മുറുക്കുന്നു. ഞാൻ ദുബായിലേക്ക് തിരിച്ചു പോയാലോ, US തിരിച്ചു പോയാലോ എന്നൊക്കെ ഭയങ്കരമായി ചിന്തകൾ കൊണ്ടിടുകയാണ്. പക്ഷേ സ്വർഗം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അടുത്ത മണിക്കൂറിൽ ഞാൻ കേട്ടൊരു വാക്കുണ്ട്, നിന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന ചിലതിനെ കുടഞ്ഞു കളയാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകല് നിനക്കൊരു ശുശ്രൂഷയുണ്ട്. എവിടെയോ നിന്നെ പിടിച്ച് ഒതുക്കിയിരിക്കുന്ന ചിലത്, ഒരു സ്വാധീനം, പ്രാർത്ഥിക്കാൻ കഴിയാതെ നിന്നെ പിടിച്ചു വലിക്കുന്ന ഒരു സ്വാധീനം, ഇന്ന് പകലിൽ അതിനെ പൊളിക്കണം. അതൊക്കെ ഒരു അടിസ്ഥാനമാണെന്നേ. പക്ഷേ പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അങ്ങ് ടയേർഡാകുക, തലവേദന വരിക. ഇന്ന് പകലിൽക്കാലം ആത്മാവിൽ അതിനെ വെട്ടണം. നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത് സ്വർഗം ചിലത് ചെയ്യും. പ്രാർത്ഥിക്കുന്നവർ എഴുന്നേക്കട്ടെ ഈ സഭയ്ക്കകത്തുനിന്ന് ചിലതിനെ പൊളിക്കാൻ. വീണ്ടും ആ വാക്ക് ഞാൻ കേൾക്കുക, അടിത്തറകൾ ഇളകും. ഇത് പിശാചിന് ഏറ്റവും പേടിക്കുന്ന സംഭവമാണ്. കാരണം പിശാച് ഇട്ടിരിക്കുന്ന ഒരു ബൗണ്ടറി ഉണ്ട്. ഇതിനെ പൊളിക്കുന്നവൻ എഴുന്നേറ്റാൽ ഇത് പൊളിയും. അത് ഒരാളായാലും മതി.
അച്ഛൻ പറഞ്ഞു, ഇന്നലെ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, ദാവീദ് കാട്ടിക്കിടന്നവനാണ്, പക്ഷെ സമയമായപ്പം വീട്ടിൽ വന്നു. വീട്ടിൽ വന്നത് മാത്രമല്ല, വീട്ടിൽ നിന്ന് അപ്പം പറഞ്ഞു പോടാ. റിജക്ഷൻ ചെയ്ത അപ്പം തന്നെ പറഞ്ഞു വിടുക. എങ്ങോട്ടാണെന്നറിയോ? യുദ്ധക്കളത്തിലേക്ക്. നീ പോ, അവിടെ പോയി ചേട്ടന്മാരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക. അന്വേഷിക്കാൻ പോയവൻ രാജാവായി മാറി. സ്വോത്രം, 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 സ്വോത്രം. സമയമാകുമ്പോൾ നിന്നെ കണക്ട് ചെയ്യും സ്വർഗം. ചിലതിൻ്റെ അടിത്തറകളെ ഇളക്കാൻ, ചിലതിനെ വെട്ടിയെടുക്കാൻ നിന്റെ മേലെ അഭിഷേകം ഇടും. നിങ്ങൾ ആമേൻ പറഞ്ഞില്ല? എത്ര മല്ലരായാലും നിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ, ഞാൻ ഒന്നും കൂടെ പറഞ്ഞാൽ, അഭിഷേകമുള്ളവന്റെ മുമ്പിൽ കീഴടങ്ങും. ഞാൻ പലയിടത്തും പോകുമ്പോൾ എല്ലായിടത്തും പറയുന്നൊരു വാക്കുണ്ട്, പലരും പറയുന്നൊരു വാക്കുണ്ട്, ദൈവദാസനെ എൻ്റെ ഇൻചാർജ് ഭയങ്കര വിഷയമാണ്. ഇതിനകത്തുണ്ടെങ്കിൽ ആമേൻ പറയണേ. ഇൻചാർജ്മാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചോണം. കാരണം ഏറ്റവും കൂടുതൽ നേഴ്സന്മാർ വന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇൻചാർജ്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. കാരണം അവർ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണെന്ന്. നമ്മൾ മാത്രം ആരെയും ഡിസ്റ്റർബ് ചെയ്യല്ലേ. ഇന്ന് പകലിൽ സ്വർഗത്തോട് പറ, എനിക്ക് നിൽക്കുന്ന ചില പ്രതിസന്ധിയെ ഇളക്കാൻ നിന്നെ കൊണ്ടേ മാത്രമേ പറ്റത്തുള്ളൂ കർത്താവേ. എൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് ഇറങ്ങി വരാൻ ഒരു അടിത്തറ ഇളകിയാൽ, ഞാൻ പറയാം ഒരു വാക്കുകൂടെ പറയാം, ഈ അടിത്തറയ്ക്കകത്ത് നിന്ന്, അല്ലെങ്കിൽ അടിവാരത്തിൽ നിന്ന് പൊങ്ങി വന്നതാണ് ഉറവ. അല്ലേ? അല്ലേ? ആകാറ് കുഴിച്ചോ? ആകാറ് കുഴിച്ചോ? പക്ഷെ അടിത്തറ ഇളകിയപ്പോൾ പൊങ്ങി വന്നു. പ്രാർത്ഥിക്കുന്ന, നിലവിളിക്കുന്ന നിന്നോടൊരു ദൂത് കൈമാറുന്നു. നീ നിലവിളിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് വേണ്ടി സ്വർഗം ചലിക്കും. ആഹാറിനോട് പറയുകയാണ്, നീ എന്തിനാ ഭയപ്പെടുന്നത്? സ്വർഗം തുറന്നു. സ്വർഗം തുറന്നിട്ട് അടിയിലുള്ളത്, ഞാൻ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ, സ്വർഗം തുറന്ന ഭൂമിയിലുള്ളതും തുറക്കും. പിന്നെ അവിടെ ലിമിറ്റേഷൻ ഇല്ല. അപ്പം കരുതുന്നുണ്ടെങ്കിൽ ഒരു തുരുത്തിയ, പക്ഷെ സ്വർഗത്തിലെ അപ്പം കരുതിയാൽ ലിമിറ്റഡ് ഇല്ലാത്തതാ, അൺലിമിറ്റഡ് ആണ്. ഇന്ന് പകലിൽ സ്വർഗം ആരോടൊക്കെ പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നു, ചില ലിമിറ്റേഷനുകളെ ബ്രേക്ക് ചെയ്താൽ അൺലിമിറ്റഡ് ആയിട്ടുള്ളത്. സ്തോത്രം, 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 സ്തോത്രം. എനിക്കറിയാം ഇത് ഭയങ്കരമായി ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന മെസ്സേജാണ്. പിശാചിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ മൈൻഡിനെ അതുകൊണ്ട് തിരിക്കും കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാരണം നിങ്ങൾ ഇതിനകത്ത് വിടുതൽ പ്രാപിച്ചാൽ പിശാചിന് മനസ്സിലായി അവൻ തോറ്റു എന്ന്. ഇന്ന് പകൽക്കാലം പിശാചിനെ തോപ്പിക്കാനാണോ ഇരിക്കുന്നത്, അത് നമ്മൾ തന്നെ തോക്കാനാണോ ഇരിക്കുന്നത്? ഇന്ന് പകൽക്കാലം ശോധന ചെയ്യണം. തിരുവചനത്തിൽ പറയുന്നുണ്ട് സെൽഫ് എക്സാമിനേഷൻ. തിരുവത്താഴത്തിന് പറയുന്നൊരു വാക്കാണ് അല്ലേ? ഇന്ന് പകൽക്കാലം ഒന്ന് ശോധന ചെയ്യണം. എവിടെങ്കിലും ഞാൻ മുഖാന്തരം ചില അടിത്തറകൾ ഇട്ടിട്ടുണ്ടോ? രണ്ട് തരത്തിൽ വീഴാം. ഒന്ന് ഞാൻ മുഖാന്തരം വീഴാം, രണ്ട് പിതാക്കന്മാർ മുഖാന്തരം വീഴാം, ചിലത് പിശാച് മുഖാന്തരം ഇട്ടേക്കാം. ഇന്ന് സ്വർഗം പറയുന്നു, എല്ലാത്തിനെയും പൊളിക്കാൻ എൻ്റെ യേശു മതിയാവരാ. ഏത് പിതാക്കന്മാരിട്ടാലും, ഏത് ശാപവാക്കുകൾ ഇട്ടാലും, ഞാൻ ഇന്ന് പകൽക്കാലം നിന്നോട് ഒരു ദൂത് കൈമാറാം. അത് പൊളിക്കാൻ പറ്റുന്ന ഒരുത്തനെ ഉള്ളൂ, അത് എൻ്റെ യേശുവിന് മാത്രമാ. എത്ര ശാപം നിന്നോട് പറഞ്ഞാലും, നീ എത്ര കൊണം പിടിക്കത്തില്ലെന്ന് പറഞ്ഞാലും, ഇന്ന് പകലിൽ സ്വർഗം പറയുക, ഞാൻ കൂടെ ഉണ്ടെങ്കിൽ. അങ്ങനെ പറഞ്ഞ ഒരുത്തനെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. ഒരിക്കലും ഗതി പിടിക്കത്തില്ലെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരുടെ മുമ്പിലൊക്കെ എന്നെ ഇന്ന് നിർത്തുന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ഞാൻ വിളിച്ചു പറയാം. ഒറ്റ കാര്യം, അഭിഷേകമുണ്ടോ, പ്രാർത്ഥന ജീവിതമുണ്ടോ, നിന്നെ ഒരിടത്തും ഒരു പൈശാചിക മണ്ഡലത്തിനും പിടിച്ചു വെക്കാൻ കഴിയാതെ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ടോ? നിങ്ങളുടെ തലമുറ ഒരിക്കലും ഒരിടത്തും ഒരു കുരിക്കിലും പെടത്തില്ല, ഒരു കുരിക്കിലും പെടത്തില്ല. ഞാൻ ഉറപ്പ് തരാം. നമ്മൾ വായിച്ചു, പെട്ടെന്ന് ദൈവത്തിൻ്റെ ദൂതൻ, അവിടെ ഒരു വലിയൊരു ഭൂകമ്പം ഉണ്ടായി. കാരാഗൃഹത്തിൻ്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലുകളൊക്കെ തുറന്നുപോയി. കുലുങ്ങിയാൽ ചിലത് തുറക്കും.
അടുത്ത് എല്ലാവരുടെയും ചങ്ങലകൾ അഴിഞ്ഞു. ചങ്ങലകൾ അഴിഞ്ഞു. ഇന്ന് പകൽക്കാലം ചിലത് അഴിയും. ആത്മമണ്ഡലത്തിൽ ചിലത് അഴിയണം. ഭൗതിക മണ്ഡലത്തിൽ ചിലത് അഴിയണം. നിങ്ങളുടെയൊക്കെ ഇരിപ്പ് കണ്ടിട്ട് എല്ലാം ഉള്ളവരാണെന്ന് തോന്നല്ലേ? ഞാനും പൈസ ഉണ്ടാക്കാൻ വന്നതാ, നിങ്ങളും പൈസ ഉണ്ടാക്കാൻ വന്നതാ എന്ന് പറയും. ഞാനൊരു കാര്യം പറയാം. എന്നെ കർത്താവ് വിളിച്ചിറക്കിയപ്പോൾ നല്ല സാലറിയോടാ എന്നെ വിളിച്ചിറക്കിയേ. നല്ല സാലറിയോടാ. എന്നോട് ദൈവം പറഞ്ഞൊരു വാക്കുണ്ട്, നീ ഭൗതികം നോക്കരുത്, നീ എൻ്റെ കാര്യം നോക്കിയാൽ നിൻ്റെ കാര്യം ഞാൻ നോക്കാം. അമേരിക്കയിലാണ് ഞാൻ സിറ്റിസൺ ആയിട്ടിരിക്കുന്നത് ഇപ്പോൾ. പക്ഷേ ഞാൻ അമേരിക്കയിൽ ചെല്ലുമ്പോഴും ഞാൻ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ ഡോളർ കണ്ട് ഇറങ്ങിയവനല്ല, ഞാൻ ദൈവശബ്ദം കേട്ടിറങ്ങിയവനാ. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു പരിപാടിക്കാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ ഒന്നെനിക്കറിയാം, വിളിച്ച ദൈവം വിശ്വസ്തനാണെങ്കിൽ ഇന്ന് പകലിൽ നിന്നോടൊരു ദൂത് എനിക്ക് കൈമാറാനുണ്ട്. ചില വാതിലുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടുകയാ. ഇന്ന് പകൽക്കാലം ചില ശുശ്രൂഷകന്മാരോട് ഞാൻ വിളിച്ചു പറയുന്നു, നിനക്ക് വേണ്ടി സ്വർഗത്തിന്റെ വാതിൽ ഇന്ന് പകലിൽ തുറക്കുകയാ. പ്രിയ അങ്കിളിനെ കാണുന്നത് ഒത്തിരി സന്തോഷമുണ്ട്. ഞങ്ങൾ പിമ്പിരി ചർച്ചിൽ ഒരുമിച്ച് ആരാധിക്കാൻ കർത്താവ് ഇടയാക്കിയിട്ടുണ്ട്. കൃപയാൽ കർത്താവ് ഇടയാക്കുമാറാകട്ടെ. ഇന്ന് പകൽ ആ ഒരു വാക്യത്തെ ഒന്ന് പിടിക്കണം. ചങ്ങലകൾ അഴിഞ്ഞു. ആരും അഴിച്ചില്ല. ഭൂകമ്പം ഉണ്ടാകുമ്പോൾ എങ്ങനെയാ വെച്ചാൽ കയ്യിലെ ചങ്ങല അഴിയുന്നേ? ഭൂകമ്പം ഉണ്ടാകുമ്പോൾ എങ്ങനെയാ വെച്ചാൽ കയ്യിലെ ചങ്ങല പൊട്ടുന്നേ? അവിടെ ഒരു ദൈവശക്തി ഇറങ്ങണ്ടേ? അവിടെ ഒരു ദൈവ സാന്നിധ്യം ഇറങ്ങണ്ടേ? 12-ാം അധ്യായത്തിനകത്ത് പത്രോസിനെ കാരാഗ്രഹത്തിനകത്ത് ഇട്ടപ്പോ ഇറങ്ങി വന്നൊരു ദൈവത്തിന്റെ ദൂതനുണ്ട്. വെളിച്ചമടിച്ചപ്പോൾ ചങ്ങല പൊട്ടിപ്പോയി. അയ്യോ, അങ്ങനെയാണെങ്കിൽ ഇന്നൊരു വെളിച്ചം നിന്റെ ജീവിതത്തിന് അടിച്ചാൽ നാളുകളായി നിന്നെ കുരുക്കിയിട്ടിരിക്കുന്ന ചിലത്, ദൈവദാസനല്ലേ ആദ്യമേ പറഞ്ഞത്, ചില കുരുക്കുകളെ സ്വർഗം ഇന്ന് പൊളിക്കുമെന്ന്. ചില കുരുക്കുകളെ ആത്മാവ് പൊളിക്കുമെന്ന്. നാളുകളായി നിന്നെ കുരുക്കിയിട്ടിരിക്കുന്ന ചില കുരുക്കുകളെ ആത്മാവ് ഇന്ന് പകലിൽ അത് പൊളിക്കും. വിശ്വസിക്കുന്നവരെ മാത്രം ദൈവത്തിന് മഹത്വപ്പെടുത്തിയാൽ മതി. വിശ്വസിക്കുന്നവരെ മാത്രം ഒന്ന് മഹത്വപ്പെടുത്തിയാൽ മതി. എവിടേക്കോ നിന്നെ കുരുക്കിയിട്ടിരിക്കുന്നുണ്ടല്ലോ, ഇന്ന് സ്വർഗം അതിനെ പിടിച്ചെടുത്ത് നാലാം അധ്യായത്തെ അപ്പോസ്തലപ്രവൃത്തി 4-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. അങ്ങനെയാണെങ്കിൽ ഈ സഭ കുലുങ്ങണം. ഈ ബിൽഡിംഗ് കുലുങ്ങണം എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം, ആത്മമണ്ഡലത്തിൽ ഒരു കുലുക്കം ഉണ്ടാകണം. കുലുക്കമുണ്ടായാൽ സ്വർഗം ഒന്ന് ചലിക്കണം. സ്വർഗം ചലിച്ച ദൂതന്മാരിറങ്ങും. ദൂതന്മാരിറങ്ങിയ അത്ഭുതങ്ങൾ ഇതിനകത്ത് നടക്കും. ഞാൻ ഒന്നുകൂടെ പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കാൻ തുടങ്ങും. അവരുടെ കൈവപ്പിനകത്ത് രോഗികൾ സൗഖ്യമാകും. ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാ. ഞാൻ ഏതൊക്കെ സ്റ്റേജുകൾക്കകത്ത് പോയാലും പ്രത്യേകിച്ച് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഈ കുഞ്ഞുങ്ങളെയാ. കാരണം എന്താണെന്നറിയാമോ? ഈ തലമുറയുടെ മുകളിൽ ഒരു അഭിഷേകം വീണാൽ ഇവർ കൈവെക്കുന്നിടത്ത് അവർക്ക് ജയത്തിന്റെ കൊടി പാറിപ്പിക്കാൻ പറ്റുമെങ്കിൽ, പ്രാർത്ഥിക്കുന്ന മാതാവേ, ഇന്ന് പകലിൽ ആത്മമണ്ഡലത്തിൽ ഒരു കുലുക്കം പറ്റുമോ? സ്വോത്രം 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 സ്വോത്രം. അവർ ഒന്നിച്ചു കൂടിയിരുന്നപ്പോ അവർ ഇരുന്ന സ്ഥലം കുലുങ്ങി. ഇത് പഴയ നിയമത്തിലല്ല പറയുന്നത്, ഇത് പുതിയ നിയമത്തിലാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ഈ 2024 അത് സംഭവിക്കും. ഈ സഭയ്ക്കകത്ത് അത് സംഭവിക്കണം. എന്തെന്നറിയാമോ? പ്രാർത്ഥിക്കുമ്പം കുലുങ്ങണം, പക്ഷെ അതിന് ഒന്നിച്ചു കൂടണം. അതിനൊരു യൂണിറ്റി വേണം. സ്വോത്രം 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 സ്വോത്രം. അതിനൊരു ഐക്യത വേണം. ഐക്യതയോടെ നിന്നാൽ ചിലതിനെ പൊളിക്കാൻ പറ്റും. ഐക്യതയോടെ എരിഹോ മതിലിന്റെ മുമ്പിൽ ആർപ്പിട്ടാൽ അല്പ സെക്കൻഡ് കഴിയുമ്പോൾ എത്ര വലിയ മതിലായാലും താഴെ പോവും. ഐക്യതയുണ്ടോ? ഐക്യതയുണ്ടോ? ചിലത് പണിയാൻ പറ്റും. ഐക്യതയുണ്ടോ? ചിലത് പൊളിക്കാൻ പറ്റും. ചില കുടുംബങ്ങളെ നോക്കിക്കൊണ്ട് കുടുംബജീവിതത്തിനകത്ത് ഐക്യത കളഞ്ഞാൽ പിശാച് ജയിച്ചു. സ്വോത്രം. ഏറ്റവും പിശാചിന് കയറാൻ ഈസി എവിടാന്നറിയോ? കുടുംബജീവിതമാണ്. കുടുംബജീവിതത്തിന്റെ ഐക്യത നഷ്ടപ്പെടുത്തിയാൽ നിന്റെ കുടുംബം പോക്ക.
സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്താണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു മെസ്സേജ് എഴുതി വെച്ചിട്ടല്ല പ്രസംഗിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ആരുടെയൊക്കെ ലൈഫിനകത്ത് കർത്താവ് ഇന്ന് റീസെറ്റ് ചെയ്യും. പരിശുദ്ധാത്മാവ് ആ വാക്കെന്നോട് പറയുന്നു, റീസെറ്റ് ചെയ്യുമെന്ന്. ചില കുടുംബ ജീവിതത്തിനകത്ത് വിള്ളൽ വീണിരിക്കുന്നത് പുറമേ നോക്കുമ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫാ, പക്ഷെ ഉള്ളറയ്ക്കകത്ത് ചിലത് വിള്ളൽ വീണിട്ടുണ്ടെങ്കിൽ ഇന്ന് പകലിൽ മാനസാന്തരപ്പെട്ടോണം. കുടുംബമായിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേര് ഇതിനകത്തുണ്ട്? ജോലിയുണ്ട്, തിരക്കുണ്ട്, സത്യമാണ്. പക്ഷേ വിടുതൽ വേണം, അനുഗ്രഹം വേണം. പാസ്റ്റർ, പ്രവാചകന്മാരെല്ലാം കൈവെക്കുന്നുണ്ട്, സത്യമാണ്. ഞാനും ഒരു പ്രവാചകനാ. പക്ഷെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം, ഐക്യതയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? വീടിനകത്ത് ഐക്യതയോടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് പകലിൽ ചിലത് പൊളിയും. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളുണ്ടോ? ഇന്ന് പകലിൽ സ്വർഗം പറയുന്നു, ചിലത് പൊളിക്കും കർത്താവ്. ജീസസ്, ജീസസ്. ഒന്ന്, ഒന്നിച്ചുകൂടി. രണ്ട്, ഐക്യതയോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചാൽ സ്വർഗം ഇറങ്ങും. ഐക്യത വേണം, ഒരുമിച്ചിരിക്കുകയും വേണം. ഇത് രണ്ട് സംഭവിച്ചാൽ നിന്റെ വീടിനകത്ത് ചില വിടുതലുകൾ ഇന്നു മുതൽ നടക്കും. അതിന് ബെൻഹിൻ വരണ്ട, അത് കേരളത്തിൽ നിന്ന് ഒരു ദൈവദാസൻ വരണ്ട, അമേരിക്കയിൽ നിന്ന് ഡെൻസൺ പാസ്റ്റർ വരണ്ട, നിങ്ങളുടെ ബിജു പാസ്റ്റർ വരണ്ട. നിങ്ങൾ തന്നെ വിചാരിച്ചാൽ ചിലത് പൊട്ടിക്കാൻ പറ്റും. ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ നാവിനകത്ത് അധികാരമുണ്ടെങ്കിൽ നിങ്ങളുടെ നാവിനകത്ത് അധികാരമുണ്ട്. ഏലിയാവ് സമസ്വഭാവ മനുഷ്യനായിരുന്നു, നമ്മളെപ്പോലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പറഞ്ഞപ്പോൾ ആകാശം അടച്ചു, ഭൂമിയിലുള്ളത് അടച്ചു എന്ന് പറഞ്ഞാൽ നിന്നെ കൊണ്ട് സ്വർഗത്തിന് ചിലത് ചെയ്യിപ്പിക്കാൻ പറ്റും. എന്ന് പകലിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെല്ലാം കണ്ണുകൾ അടയട്ടെ. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയേ, ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയേ. പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ ഇതിനകത്ത് നിന്ന് എഴുന്നേക്കട്ടെ. ജീസസ്, ജീസസ്. പ്രാർത്ഥിക്കുക. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. എന്നെ ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. നിങ്ങളുടെ കുടുംബത്തിനകത്തൊന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക, പ്രാർത്ഥിച്ചു തുടങ്ങുക. ശബ്ദമുയരട്ടെ. സഭ ഇത്രയും പേരിരുന്നിട്ട് ഇത്ര ശബ്ദമേ ഉള്ള നിങ്ങൾക്ക്? ചിലത് ഇളകണമെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന വേണം. എത്ര പ്രവാചകന്മാർ നിങ്ങളുടെ തലയിൽ കൈവച്ചാലും ഇളകാത്തത് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഇളകും. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക, ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങുക. ഒരു റീസ്റ്റോറേഷൻ നടക്കട്ടെ, ഒരു റീസ്റ്റോറേഷൻ നടക്കട്ടെ. ജീസസ്. കുഞ്ഞാ, നിന്റെ വിദ്യാഭ്യാസത്തിനെതിരെ നിൽക്കുന്ന ചില അടിത്തറകളെ ആത്മാവിന്ന് പൊളിക്കണം. ജീസസ്. നിന്റെ നന്മയ്ക്കെതിരെ, നിന്റെ വാഴ്ചത്വത്തിനെതിരെ നിൽക്കുന്ന ചില അടിത്തറകളെ ആത്മാവ് പൊളിക്കണമെന്ന്. ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നവർ പ്രാർത്ഥിക്കുക. അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ഇന്ന് പകലിൽ ദൈവം നിങ്ങളെ തൊടും. ഭയങ്കര റീസ്റ്റോറേഷൻ നടക്കും. ഒത്തിരി കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, എനിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷെ ഒറ്റ കാര്യം, പ്രാർത്ഥിച്ചാൽ ചിലത് ഇളകും. പ്രാർത്ഥിച്ചാൽ ചില അടിത്തറകൾ ഇളകും. പ്രാർത്ഥിച്ചാൽ പൈശാചിക മണ്ഡലം നിന്റെ കാൽ കീഴിൽ സറണ്ടർ ആകും. അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക, അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചു തുടങ്ങുക. നിയോഗമുള്ളവരൊക്കെ പ്രാർത്ഥിച്ചു തുടങ്ങുക. യേശുവിന്റെ നാമത്തിൽ നിന്നെ ഒരിടത്ത് തടഞ്ഞു വെക്കാൻ പറ്റത്തില്ല, നിന്നെ ഒരിടത്ത് കെട്ടിവെക്കാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്നവരാണോ? ഒരറ്റം മുതൽ ഒരറ്റം വരെ ആ പ്രാർത്ഥനയുടെ കാറ്റടിക്കട്ടെ ഇതിനകത്ത്. ആ അഭിഷേകത്തിന്റെ കാറ്റടിക്കട്ടെ,
അവരൊന്നിച്ചു കൂടിയപ്പോ മാളിക മുറിക്കകത്തിറങ്ങിയത് പ്രാർത്ഥിക്കാൻ വന്നവരുടെ മീതെ പതിഞ്ഞത് പോലെ നിന്റെ ആർപ്പിന്റെ മുമ്പിൽ ചിലത് മൂവ് ചെയ്യും. നിന്റെ ആർപ്പിന്റെ മുമ്പിൽ ചിലത് മൂവ് ചെയ്യും. നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ചിലത് അഴിഞ്ഞു വീഴും. നിന്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ചിലത് ഇന്ന് പൊളിഞ്ഞു വീഴും. പ്രാർത്ഥിക്കാൻ തയ്യാറാകുക, കരയാൻ തയ്യാറാകുക. നിന്റെ തലമുറയ്ക്കെതിരെ നിൽക്കുന്നത്, നിന്റെ വിദ്യാഭ്യാസത്തിനെതിരെ നിൽക്കുന്നത്, നിന്റെ വാഴ്ചത്വത്തിനെതിരെ നിൽക്കുന്നത്, Shmatiri Braush Matani Shatara Masmi Antini Thera 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 Tira Thera Mana Thiria Oh, holy, 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 holy. Glory to Jesus. എല്ലാ കണ്ണുകളും അടയട്ടെ. ഒറ്റ കണ്ണ് പോലും തുറക്കരുത്. നിങ്ങൾ പാസ്റ്റേഴ്സിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇവിടെ ഇറങ്ങി നിൽക്കുന്ന ദൈവ സാന്നിധ്യത്തെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ കണ്ണുകളും അടയട്ടെ. നിങ്ങൾ ദൈവത്തെ റെസ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എല്ലാ കണ്ണുകളും അടയട്ടെ. ആരും കണ്ണു തുറന്നിരിക്കരുത്. ഈ മെസ്സേജിൻ്റെ മുമ്പിൽ എനിക്കൊരു വിടുതൽ ആവശ്യമാണ് എന്നുള്ളവർ മാത്രം കരങ്ങൾ ഉയർത്തി. എല്ലാവരും കൈവെക്കരുത്, എല്ലാവരും കൈ പൊക്കരുത്. ഇത് സ്വർഗം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ചിന്തകളെപ്പോലും അറിയുന്നൊരു ദൈവമുണ്ട്. നിങ്ങളുടെ ചിന്ത ഗുണങ്ങളെപ്പോലും അറിയുന്നൊരു ദൈവമുണ്ട്. നിങ്ങൾ എന്ത് മനസ്സിൽ കൂടെ ചിന്തിക്കുന്നത് പോലും പരിശുദ്ധാത്മാവിനെ അറിയാം. അതുകൊണ്ട് ദയവ് ചെയ്ത് ചുമ്മാതെ കൈവൊക്കല്ല്. ഇവനെന്തോ പ്രസംഗിച്ചതെന്ന് പോലും ചിന്തിച്ചിട്ട് കൈവൊക്കല്ല്. ഇന്നത്തെ ഈ മെസ്സേജിനകത്ത് ചില അടിത്തറകൾ എനിക്ക് വേണ്ടി സ്വർഗം ഇളക്കുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രം. എല്ലാവരും കൈപൊക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ഉടമ്പടിയാക്കട്ടോ. സ്വർഗം ചിലത് ഇന്ന് പകൽക്കാലം ചെയ്യുക. എല്ലാവരും കൈപൊക്കല്ലേ, എല്ലാവരും കൈപൊക്കരുത്. വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് ഒരു അഭിഷിക്തൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വന്തം സഹോദരനെ പോലെ പറയുന്നു, ചുമ്മാതെ കൈപൊക്കല്ലേ. നിങ്ങളോട് ദൈവാത്മാവ് തൊട്ടു എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം നിങ്ങളുടെ കരങ്ങൾ ഉയർപ്പിടിയട്ടെ. ഉയർത്താൻ പറ്റുന്നവർ നല്ലതുപോലെ. അടുത്തിരിക്കുന്ന ഒറ്റൊരാൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് പ്ലീസ്. എല്ലാ കണ്ണുകളും അടയട്ടെ, എല്ലാ കണ്ണുകളും അടയട്ടെ. താങ്ക് യു ജീസസ്. അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമോ? എല്ലാവരും എഴുന്നേക്കരുത് പ്ലീസ്. ഈ കൈ ഉയർത്തിയവർ മാത്രം. ആ ബാക്കിൽ നിൽക്കുന്ന പ്രിയ ആൻറ്റി പ്ലീസ്, നിങ്ങളുടെ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുമിച്ചൊന്ന് വരാൻ പറ്റുമോ ഫ്രണ്ടിലേക്ക്? ഷ്മാന്തല്ലമസ്മിയാന്തിന് യെസ് ബ്ലാക്ക് റാസ്മിയാന്തുലി ജഗൽ കമനഗസ്മിയ. എല്ലാ കണ്ണുകളും അടയട്ടെ. ആരും കണ്ണ് തുറക്കരുത് പ്ലീസ്. ഇത് പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുന്ന സമയമാണ്. ജീസസ് ജീസസ് ജീസസ്. അതല്ല ആൻറ്റി, അല്ല, ഇവിടെ ഇവിടെ. ജീസസ്. ഇത് മോളാണ്. ഇവിടെ മേളിൽ ഭയങ്കര ഒരു ഫേവർ കർത്താവ് ഇടുന്നുണ്ട്. ബാക്കിയുള്ളവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ പ്ലീസ്. മ്യൂസീഷ്യൻസ്, എൻ്റെ മേളിൽ ഭയങ്കര ഒരു ഫേവർ കർത്താവ് ഇടുകയാണ്. നീ അത് സെൻസ് ചെയ്തിട്ടുണ്ട് ഇന്ന് പകലിൽ. നീ ചില കണ്ണുകൾ കൊണ്ട് നിന്റെ കാഴ്ചകളിൽ കർത്താവ് ചിലത് ഇട്ടിട്ടുണ്ട്. നീ ചിലത് കണ്ടിട്ടുണ്ട്. ഇന്ന് പകൽക്കാലം നീ ഒരു ഏഞ്ചലിക്കിനവില്ലേ പരിശുദ്ധാത്മാവിൻ്റെ മേളിൽ. അതുകൊണ്ട് ഞാൻ സോണിച്ചാനോട് പറഞ്ഞപ്പോയി അവളുടെ മേളിൽ തലേ കൈ വെക്കാൻ പറഞ്ഞത്. ഭയങ്കരമായി നിന്റെ മേളിൽ ഒരു എൻകൗണ്ടർ സ്വർഗം ഇട്ടുകൊണ്ടിരിക്കുക.
ഈ കുടുംബത്തിനകത്ത് ഭയങ്കര ഒരു ഡെലിവറൻസ് നടന്നുകൊണ്ടിരിക്കുക. അടിത്തറകളെ ഇളക്കിക്കൊണ്ടിരിക്കുക സ്വർഗം ചില അടിത്തറകളെ ഇളക്കിക്കൊണ്ടിരിക്കുക ഈ കുടുംബത്തിന് വേണ്ടി. പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെല്ലാം അന്യഭാഷയിൽ പ്രാർത്ഥിക്കണേ. വളരെ സൈലന്റ് ആയിട്ട് പ്ലീസ്. ഈ തലമുറ പ്രവചിക്കാൻ, ഈ സഭയ്ക്കകത്ത് പ്രവചിക്കുന്ന ഒരു തലമുറയായി ഇപ്പോൾ ഇവളുടെ വേണ്ടി അങ്ങനെയുള്ള പുതപ്പുകൾ വീണട്ടെ. ചില നുഖങ്ങൾ നിങ്ങളുടെ കുടുംബത്തിനകത്ത് എടുത്തു കളയുന്ന കേട്ടോ. ചിലത് കർത്താവ് പൊളിച്ചു കളയുന്നുണ്ട് കേട്ടോ. In the name of Jesus. In the name of Jesus. ഈ എഴുന്നേറ്റ് നിൽക്കുന്നവരുടെ ലൈഫിനകത്ത് മുഴുവനും അത് സംഭവിക്കട്ടെ. Last month. പരിശുദ്ധാത്മാവ് എന്നോട് ഒരു ദൂത് കൈമാറാൻ പറയുന്നു. നിങ്ങളെ പലവട്ടം പിശാച് തകർക്കാൻ പദ്ധതി ഒരുക്കിയത്. തീർന്നു പോയ പല മേഖലകളുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങൾ നിൽക്കുന്നത് ഒരു വാഗ്ദത്തവുമായിട്ടാണ്. നിങ്ങൾ ഈ പട്ടണത്തിൽ നിൽക്കുന്നത് ഒരു സ്വപ്നം കാണുന്നതിന് തുല്യമായിട്ടാണ്. ഒരു ശിമയോനെ പോലെ കാത്തിരിക്കുന്ന ചില മറുപടിയുമായി. എനിക്കറിയത്തില്ല വിസിറ്റിങ്ങിനാണോ ഇവിടെ നിൽക്കുകയാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ ഒറ്റ കാര്യം പരിശുദ്ധാത്മാവ് ദൂത് കൈമാറുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയുടെ മുമ്പിൽ ചിലത് ഇന്ന് പകലിൽ തുറക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു പറയുന്നൊരു വാക്കുണ്ട്, ദൈവമേ ഞാൻ ചെയ്തത് ഒന്ന് ഓർക്കണമേ. സ്വർഗം എന്ന് പറയുന്നു, ഞാൻ ഓർക്കുന്ന ദൈവമാണ്. ചേർന്ന് പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വലോകനാഥനം മശിഹ പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വലോകനാഥനം മശിഹ
സ്പർശിക്കുന്നതിനായി നന്ദി, അങ്ങിടപെടുന്നതിനായി നന്ദി. മന്ത്രിയ ദൈവം, നിത്യനാഥനും വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയിൻ സൂര്യൻ, രാജാതിരാജനം മസിഹ, അവൻ അത്ഭുത മന്ത്രിയാം ദൈവം, നിത്യനാഥനും വീരനാം ദൈവം, ഉന്നത ദേവൻ, നീതിയൻ സൂര്യൻ, രാജാതിരാജന മസിഹ. എല്ലാ കരങ്ങളും സ്വർഗത്തേക്കൊന്ന് ഉയർത്തി, എല്ലാ കരങ്ങളും സ്വർഗത്തേക്കൊന്ന് ഉയർത്തി പറഞ്ഞേ. സമയത്ത് പരിശുദ്ധാത്മാവ് എനിക്ക് നല്ല ബോധ്യം തരുന്നത് കൊണ്ട് എൻ്റെ മേളിൽ കിടക്കുന്ന ശുശ്രൂഷ എന്തെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം, എൻ്റെ വിളി എന്തെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. ഇതിനകത്ത് രോഗികളായി ആരെങ്കിലും ഭാരപ്പെടുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് എനിക്കൊരു നിയോഗം തരുന്നു. പേരെടുക്കാനല്ല, ഒന്നിനുമല്ല. ഇന്ന് പകലിൽ നിങ്ങൾ സൗഖ്യമാകേണ്ടത് ദൈവത്തിന്റെ ആവശ്യമാണ്. അങ്ങനെ ആരെങ്കിലും രോഗത്തോടെ ഇന്ന് പകൽക്കാലം ഇതിനകത്തുണ്ടെങ്കിൽ നിങ്ങളുടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്. അവര് മാത്രം മുന്നോട്ടൊന്ന് കടന്നു വരാൻ പറ്റുമോ? മൈഗ്രെയിൻ പരിശുദ്ധാത്മാവിനെ വെളിപ്പെടുത്തുന്നു. മൈഗ്രെയിൻ ഉള്ള ആരെങ്കിലും ഇതിനകത്തുണ്ടോ? വർഷങ്ങൾ 13 വർഷമായി മൈഗ്രെയിൻ ഉള്ള ഒരു സഹോദരി